രാഹുൽ മങ്കുട്ടത്തിനെതിരായ ആദ്യ കേസിലെ അതിജീവിത നൽകിയ പുതിയ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ അതിജീവിതക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഈശ്വർ 16 ദിവസം ഒരു കാര്യവുമില്ലാതെ തന്നെ ജയിലിൽ കിടത്തി. തന്നോട് തീർക്കുന്നത് പ്രതികാര നടപടിയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. IPC 211 BNS 248 പ്രകാരം എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച ആ പരാതിക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇനിയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനാണ് ലക്ഷ്യമാക്കുന്നത്. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരിമോഹൻ, 16 ദിവസം ജയിലിൽ കിടന്നിട്ടും ഈ എന്തിനാണോ ജയിലിൽ കിടന്നത് അതേ കാര്യം തന്നെ പിന്നീടും ആവർത്തിക്കുന്നതായിരുന്നു. അതേ തുടർന്നാണ് അതിജീവിത പരാതി നൽകിയത്. പിന്നീട് ഇപ്പോൾ എന്താണ് രാഹുൽ ഈശ്വറിന് പറയാനുള്ളത് ഇതിൽ പരാതി നൽകിയിട്ട്? ശ്രുതി, ഈ പരാതി, അതായത് ഈ അതിജീവിത നൽകിയിട്ടുള്ള പരാതി വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് തന്നെയാണ് സൈബർ പോലീസ് കരുതുന്നത്. കാരണം ജാമ്യ വ്യവസ്ഥയുണ്ട് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച്. അതായത് ഈ സമാനമായിട്ടുള്ള കുറ്റകൃത്യം നടത്തരുത്, അതിജീവിതയെ അധിക്ഷേപിക്കരുത് തുടങ്ങിയ കർശനമായിട്ടുള്ള ജാമ്യോപാധി മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമാണ് രാഹുൽ ഈശ്വറിന് 16 ദിവസത്തിന് ശേഷം ജാമ്യം അനുവദിച്ചത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ രാഹുൽ ഈശ്വർ നിശബ്ദനായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്കെതിരെയാണ് അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. അതായത് തന്നെ വീണ്ടും അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് അതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10:30 ഹാജരായി മാധ്യമങ്ങളോടും പിന്നീട് തുടർന്ന് സൈബർ പോലീസിനോടും രാഹുൽ ഈശ്വർ പറയുന്നത് താൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല, മറിച്ച് അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള, അതായത് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. പക്ഷേ സൈബർ പോലീസ് അതിനെ കാണുന്നത് ഈ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അതിജീവിതയുടെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളിൽ സ്വന്തം വ്യാഖ്യാനം കൂടി ചേർത്തുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സൈബർ പോലീസ് ഇപ്പോൾ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പരിശോധിച്ച് നിയമോപദേശം എടുത്തുകൊണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തി ഇനി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ വാദങ്ങൾ അത്ര മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇന്നിപ്പോൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവൊക്കെ എടുത്തുകൊണ്ട്, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവൊക്കെ എടുത്തുകൊണ്ട് അതിൽ പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ്, അതായത് അതിജീവിതയല്ല, അത് പരാതിക്കാരി മാത്രമാണ് എന്നതടക്കമുള്ള ചില വാദങ്ങൾ, വിചിത്ര വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. തുടക്കത്തിലൊക്കെ രാഹുലിന് നേരത്തെ ജാമ്യം കിട്ടിയ സമയത്തൊന്നും രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ സംസാരിച്ചിരുന്നില്ല. അപ്പോൾ താൻ കോടതിയിൽ വിശ്വാസമുണ്ട് എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ ജാമ്യം കിട്ടിയ ഉടനെ തന്നെ കോടതിയെ ലക്ഷ്യമാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഈശ്വർ പഴയപടി തന്നെ, അതായത് പഴയ നിലപാട് തന്നെ ആവർത്തിക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും രാഹുൽ ഈശ്വർ കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് തനിക്കെതിരെ നൽകിയിട്ടുള്ളത് വ്യാജ പരാതിയാണ്. ആ വ്യാജ പരാതി നൽകിയിട്ടുള്ള അതിജീവിതക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി നിലവിൽ രാഹുൽ ഈശ്വറിന്റേതായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുമുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതില്ല, മറിച്ച് അതിജീവിതം നൽകിയിട്ടുള്ള പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.